പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പഠനം തന്നെയാണ് സമ്പാദ്യം. പഠനം സോഴ്സ് ഓഫ് ഇൻകമാണ്. ഈ പഠനത്തിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്കായി ഖജനാവുകൾ ശേഖരിക്കേണ്ടത്. ചോദ്യം: ഏത് കുട്ടികളിലാണോ ബൃഹസ്പതിയുടെ ദശ ഉണ്ടായിരിക്കുന്നത്, അവരിൽ എന്ത് അടയാളങ്ങൾ കാണപ്പെടും? ഉത്തരം: അവർക്ക് ശ്രീമത്തിൽ പൂർണ്ണ ശ്രദ്ധയുണ്ടായിരിക്കും. പഠനം നല്ല രീതിയിൽ പഠിക്കും. ഒരിക്കലും ഫെയിൽ ആവുകയില്ല. ശ്രീമത് ലംഘിക്കുന്നവർ തന്നെയാണ് പഠനത്തിൽ ഫെയിൽ ആകുന്നത്. അവരിൽ പിന്നെ രാഹുവിൻ്റെ ദശയുണ്ടാകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളിൽ ബൃഹസ്പതിയായ ബാബയിലൂടെ ബൃഹസ്പതിയുടെ ദശ ഉണ്ടായിരിക്കുകയാണ്. ഗീതം: ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും. ഓം ശാന്തി. ഇത് പാപാത്മാക്കളുടെ വിളിയാണ്. നിങ്ങൾക്ക് വിളിക്കേണ്ടതില്ല, കാരണം നിങ്ങൾ പാവനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ധാരണ ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. ഇത് വളരെ വലിയ ഖജനാവാണ്. സ്കൂളിലെ പഠനവും ഖജനാവാണല്ലോ. പഠനത്തിലൂടെ ശരീര നിർവാഹം നടക്കുന്നു. കുട്ടികൾക്കറിയാം, ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഇത് വളരെ ഉയർന്ന സമ്പാദ്യമാണ്. കാരണം എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുകയാണ്. സത്യസത്യമായ ഈ സത്സംഗം മുഴുവൻ കൽപ്പത്തിലും ഒരേ ഒരു തവണയാണ് ഉണ്ടാകുന്നത്. പതീത പാവന വരൂ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മുന്നിലിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ലോകത്തിലേക്ക് വേണ്ടി. അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കുന്നത് സ്വർഗത്തിലാണ്. നരകത്തിൽ സ്വസ്ഥതയില്ല. ഇത് വിഷയസാഗരമാണ്. കലിയുഗമാണല്ലോ. എല്ലാവരും ദുഃഖിതർ തന്നെ ദുഃഖിതരാണ്. ഭ്രഷ്ടാചാരത്തിലൂടെ ജനിക്കുന്നവരാണ്. അതിനാൽ ആത്മാവ് വിളിക്കുന്നു, ബാബ, നമ്മൾ പതീതമായിരിക്കുകയാണ്. പാവനമാകുന്നതിനായി ഗംഗയിൽ സ്നാനം ചെയ്യാൻ പോകുന്നു. ശരി, സ്നാനം ചെയ്തുവെങ്കിൽ പാവനമായി മാറേണ്ടതാണല്ലോ. പിന്നെ അടിക്കടി തിക്കിത്തിരക്കുന്നത് എന്തുകൊണ്ട്? തിക്കും തിരക്കും കൊണ്ട് പടികൾ താഴെ ഇറങ്ങി പാപ ആത്മാവായി മാറുന്നു. 84ന്റെ രഹസ്യം കുട്ടികളായ നിങ്ങൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റ് ധർമ്മത്തിലുള്ളവരാണെങ്കിൽ 84 ജന്മം എടുക്കുന്നില്ല. നിങ്ങളുടെ അടുക്കൽ ഈ 84 ജന്മങ്ങളുടെ ചിത്രം അഥവാ ഏണിപ്പടി വളരെ നന്നായി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. കൽപ്പവൃക്ഷത്തിൻ്റെയും ചിത്രം ഗീതയിലുണ്ട്. എന്നാൽ ഭഗവാൻ ഗീത എപ്പോൾ കേൾപ്പിച്ചു, എന്താണ് വന്നു ചെയ്തത്, ഇതൊന്നും അറിയുന്നില്ല. മറ്റ് ധർമ്മത്തിലുള്ളവർ തങ്ങളുടെ ശാസ്ത്രങ്ങൾ അറിയുന്നു. ഭാരതവാസികൾ തീർത്തും അറിയുന്നില്ല. ബാബ പറയുന്നു, ഞാൻ സംഗമയുഗത്തിൽ തന്നെയാണ് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുവാൻ വരുന്നത്. ഡ്രാമയിൽ ചേഞ്ച് ഉണ്ടാവുക സാധ്യമല്ല. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഈ 84ന്റെ ചക്രം അഥവാ ഏണിപ്പടി വളരെ ആവശ്യമാണ്. ത്രിമൂർത്തിയും ഗോളവും മുഖ്യ ചിത്രങ്ങളാണ്. ഗോളത്തിൽ ക്ലിയറായി കാണിച്ചിട്ടുണ്ട്. ഓരോ യുഗവും 1250 വർഷത്തിൻ്റേതാണ്. ഇത് അന്ധന്മാരുടെ മുന്നിലെ കണ്ണാടി പോലെയാണ്. 84 ജാതകങ്ങളുടെ കണ്ണാടി. ബാബ കുട്ടികളായ നിങ്ങളുടെ ദശ വർണ്ണിക്കുന്നു. ബാബ നിങ്ങൾക്ക് പരിധിയില്ലാത്ത ദശ പറഞ്ഞു തരുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളിൽ ബൃഹസ്പതിയുടെ അവിനാശി ദശ ഉണ്ടായിരിക്കുകയാണ്. പിന്നെ പഠനത്തിന്മേലാണ് ആധാരം. ചിലരിൽ ബൃഹസ്പതിയുടെയും ചിലരിൽ ശുക്രൻ്റെയും ചിലരിൽ രാഹുവിൻ്റെ ദശയും ഉണ്ടായിരിക്കുകയാണ്. തോറ്റുപോയെങ്കിൽ രാഹുവിൻ്റെ ദശ എന്ന് പറയും. ഇവിടെയും ഇങ്ങനെയാണ്.
ശ്രീമത് അനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ രാഹുവിൻ്റെ അവിനാശി ദശ ഉണ്ടാകുന്നു. ആ ബൃഹസ്പതിയുടെ അവിനാശി ദശ പിന്നീട് രാഹുവിൻ്റെ ദശയായി മാറുന്നു. കുട്ടികൾക്ക് പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ്. ഇതിൽ ഒഴിവുകഴിവ് പറയാൻ പാടില്ല. സെൻറ്റർ അകലെയാണ്, ഇതാണ് എന്നെല്ലാം. നടന്നു പോകുന്നതിന് 6 മണിക്കൂർ എടുത്താൽ പോലും എത്തിച്ചേരേണ്ടതാണ്. മനുഷ്യർ തീർത്ഥയാത്രകളിൽ പോകുന്നു. എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. മുൻപ് വളരെയധികം നടന്നു പോകുമായിരുന്നു, കാളവണ്ടിയിലും പോകുമായിരുന്നു. ഇതാണെങ്കിൽ ഒരേ നഗരത്തിൻ്റെ കാര്യമാണ്. ഇത് ബാബയുടെ എത്ര വലിയ യൂണിവേഴ്സിറ്റിയാണ്. അതിലൂടെ നിങ്ങൾ ഈ ലക്ഷ്മി നാരായണൻ ആകുന്നു. ഇങ്ങനെയുള്ള ഉയർന്ന പഠനത്തിനെ കുറിച്ച് ആരെങ്കിലും ദൂരെയാണെന്നോ ഒഴിവ് സമയമില്ലെന്നോ പറയുമോ? ബാബ എന്തു പറയും? ഈ കുട്ടി യോഗ്യമല്ല എന്ന്. ബാബ ഉയരങ്ങളിൽ ഉയർത്താൻ വരുന്നു. ഇവർ തൻ്റെ സത്യനാശം ചെയ്യുന്നു. ശ്രീമത് പറയുന്നു, പവിത്രമാകൂ, ദൈവിക ഗുണം ധാരണ ചെയ്യൂ. ഒരുമിച്ച് ജീവിക്കുമ്പോഴും വികാരത്തിൽ പോകാതിരിക്കണം. ഇടയിൽ ജ്ഞാനയോഗത്തിൻ്റെ വാളുണ്ട്. നമുക്ക് പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകണം. ഇപ്പോഴാണെങ്കിൽ പതീത ലോകത്തിൻ്റെ അധികാരി ആണല്ലോ. ആ ദേവതമാർ ഡബിൾ കിരീടധാരി ആയിരുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം ലൈറ്റിൻ്റെ കിരീടം പറന്നു പോകുന്നു, അതായത് ഇല്ലാതാകുന്നു. ഈ സമയത്ത് ലൈറ്റിൻ്റെ കിരീടം ആരിലുമില്ല. കേവലം ആരാണോ ധർമ്മസ്ഥാപകർ അവരിൽ ഉണ്ടായിരിക്കാം. കാരണം ആ പവിത്ര ആത്മാക്കൾ ശരീരത്തിൽ വന്ന് പ്രവേശിക്കുന്നു. ഈ ഭാരതത്തിലാണ് ഡബിൾ കിരീടധാരികളും ഉണ്ടായിരുന്നത്, സിംഗിൾ കിരീടധാരികളും ഉണ്ടായിരുന്നത്. ഇപ്പോൾ വരെയും ഡബിൾ കിരീടധാരികളുടെ മുന്നിൽ സിംഗിൾ കിരീടമുള്ളവർ ശിരസ് നമിക്കുന്നു. കാരണം അവർ പവിത്ര മഹാരാജാവും മഹാറാണിയുമാണ്. മഹാരാജാക്കന്മാർ രാജാക്കന്മാരെക്കാളും വലിയവരാണ്. അവരുടെ അടുക്കൽ വലിയ വലിയ ഭൂസ്വത്ത് ഉണ്ട്. സഭയിലും മഹാരാജാക്കന്മാരുടെ മുന്നിലും രാജാക്കന്മാർ പിന്നിലും നമ്പർ അനുസരിച്ച് ഇരിക്കുന്നു. നിയമാനുസൃതമായാണ് അവരുടെ ദർബാർ കൂടുന്നത്. ഇതും ഈശ്വരീയ ദർബാറാണ്. ഇത് ഇന്ദ്രസഭയെന്നും പാടപ്പെടുന്നു. നിങ്ങൾ ജ്ഞാനത്തിലൂടെ പരികളാകുന്നു. സുന്ദരമായവരെയാണ് പരി അഥവാ മാലാഖ എന്ന് പറയുന്നത്. രാധാകൃഷ്ണന് നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടല്ലോ, അതിനാൽ സുന്ദരം എന്ന് പറയുന്നു. പിന്നെ എപ്പോഴാണോ കാമചിതയിൽ ഇരിക്കുന്നത് അപ്പോൾ അവരും ഭിന്ന നാമരൂപത്തിൽ ശ്യാമം ആകുന്നു. ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങളൊന്നുമില്ല. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം 3 കാര്യങ്ങളുണ്ട്. ജ്ഞാനം ഉയർന്നതിലും ഉയർന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വൈരാഗ്യം ഭക്തിയോടാണ്. ഈ മുഴുവൻ തമോ പ്രധാന ലോകവും ഇപ്പോൾ ഇല്ലാതാകാൻ പോകുന്നവയാണ്. അതിനോട് വൈരാഗ്യമാണ്. എപ്പോഴാണോ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് അപ്പോൾ പഴയതിനോട് വൈരാഗ്യമുണ്ടാകുന്നുവല്ലോ. അത് പരിധിയുള്ള കാര്യമാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ബുദ്ധി പുതിയ ലോകത്തിൻ്റെ നേർക്കാണ്. ഇതാണ് പഴയ ലോകമായ നരകം. സത്യത്രേതായുഗത്തെ പറയുന്നത് ശിവാലയം എന്നാണ്. ശിവ് ബാബയാൽ സ്ഥാപിതമായതാണല്ലോ. ഇപ്പോൾ ഈ വേശ്യാലയത്തോട് നിങ്ങൾക്ക് വെറുപ്പ് വരുന്നു. പലർക്കും വെറുപ്പ് വരുന്നില്ല. വിവാഹ അധപതനം നടത്തി അഴുക്കുചാലിൽ വീഴാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യരേവരും വിഷയവൈതരണി നദിയിലാണ്. മാലിന്യത്തിൽ കിടക്കുന്നു. പരസ്പരം ദുഃഖം നൽകുന്നു. അമൃത് ഉപേക്ഷിച്ച് വിഷം എന്തിന് കഴിക്കണം എന്ന് പാടുകയും ചെയ്യുന്നു. എന്തെല്ലാം പറയുന്നുവോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങളും നമ്പർ വൈസാണ്. സെൻസിബിളായ ടീച്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇവരുടെ ബുദ്ധി എവിടെയോ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്ലാസ്സിനിടയിൽ ചിലർ കോട്ടുവായിടുന്നു, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുന്നു.
അപ്പോൾ മനസ്സിലാക്കുന്നു ഇവരുടെ ബുദ്ധി വീട്ടിലോ കുടുംബത്തിലോ മറ്റോ അല്ലെങ്കിൽ തൊഴിലിൻ്റെ നേർക്കോ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോട്ടുവായ് ക്ഷീണത്തിൻ്റെയും ലക്ഷണമാണ്. ജോലിയിൽ മനുഷ്യർക്ക് സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രാത്രി 1-2 മണി വരെ ഇരിക്കുന്നു. ഒരിക്കലും കോട്ടുവായി വരുന്നില്ല. ഇതാണെങ്കിൽ ബാബ എത്ര ഖജനാവുകളാണ് നൽകുന്നത്? കോട്ടുവായി ഇടുന്നത് നഷ്ടത്തിൻ്റെ ലക്ഷണമാണ്. പാപ്പരാകുന്നവർ ശ്വാസം മുട്ടുകയും വളരെയധികം കോട്ടുവായി ഇടുകയും ചെയ്യുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഖജനാവിന് പിന്നാലെ ഖജനാവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര അറ്റൻഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്? പഠനത്തിൻ്റെ സമയത്ത് ആരെങ്കിലും കോട്ടുവായി ഇടുകയാണെങ്കിൽ സെൻസിബിളായ ടീച്ചർ മനസ്സിലാക്കും ഇവരുടെ ബുദ്ധിയോഗം മറ്റു ഭാഗത്ത് അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ വീടും കുടുംബവും ഓർമ്മ വരും, കുട്ടികൾ ഓർമ്മ വരും. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഭട്ടിയിൽ ഇരിക്കേണ്ടതുണ്ട്, മറ്റാരുടെയും ഓർമ്മ വരരുത്. ആരെങ്കിലും 6 ദിവസം ഭട്ടിയിലിരുന്നു എന്ന് വിചാരിക്കൂ. അവസാനം ആരുടെയെങ്കിലും ഓർമ്മ വരികയും കത്തെഴുതുകയും ചെയ്യുമെങ്കിൽ ഫെയിലായി എന്ന് പറയും. വീണ്ടും 7 ദിവസം ആരംഭിക്കാൻ പറയും. 7 ദിവസം ഭട്ടിയിലിരുത്തുന്നത് എല്ലാ രോഗങ്ങളും മാറിപ്പോകുവാനാണ്. നിങ്ങൾ പകുതി കൽപ്പത്തെ മഹാരോഗിയാണ്. ഇരിക്കവേ തന്നെ അകാല മൃത്യു ഉണ്ടാകുന്നു. സത്യയുഗത്തിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇവിടെയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ രോഗം തീർച്ചയായുമുണ്ട്. മരിക്കുന്ന സമയത്ത് രോഗത്താൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ അല്പം പോലും ദുഃഖമുണ്ടാകുന്നില്ല. അവിടെയാണെങ്കിൽ സമയമാകുമ്പോൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ ടൈം പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് കുട്ടിയാവുകയാണ്. ഇവിടെയും നിങ്ങൾക്ക് ഇതാകുന്നു എന്ന സാക്ഷാത്കാരം ഉണ്ടാകും. ഇങ്ങനെ ധാരാളം പേർക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ജ്ഞാനത്തിലൂടെയും അറിയുന്നുണ്ട് നമ്മൾ ബെഗർ ടു പ്രിൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ എയിം ഒബ്ജക്റ്റ് തന്നെ ഈ രാധാകൃഷ്ണൻ ആകുന്നതിൻ്റേതാണ്. ലക്ഷ്മി നാരായണൻ അല്ല, രാധാകൃഷ്ണൻ. കാരണം മുഴുവൻ 5000 വർഷവും ഇവരുടേത് എന്ന് തന്നെ പറയും. ലക്ഷ്മി നാരായണൻ്റേതാകട്ടെ പിന്നെയും 20-25 വർഷം കുറഞ്ഞു പോകുന്നു. അതിനാൽ ശ്രീകൃഷ്ണന് മഹിമ കൂടുതലാണ്. ഇതും ആർക്കും അറിയില്ല. രാധാകൃഷ്ണൻ തന്നെയാണ് പിന്നീട് ലക്ഷ്മി നാരായണൻ ആകുന്നത്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് പഠനമാണ്. ഓരോ ഗ്രാമങ്ങളിലും സെൻറ്റർ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കം ഹോസ്പിറ്റൽ ആണ്. ഇതിൽ കേവലം 3 അടി ഭൂമിയാണ് വേണ്ടത്. വണ്ടറാണല്ലോ. ആരുടെ ഭാഗ്യത്തിലുണ്ടോ അവർ സ്വന്തം മുറിയിലും സത്സംഗം ആരംഭിക്കുന്നു. ഇവിടെ ആരാണോ ധാരാളം പൈസ ഉള്ളത് അവരുടെ പൈസയെല്ലാം മണ്ണിനോട് ചേരാൻ പോകുന്നു. നിങ്ങൾ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടി ബാബ സ്വയം പറയുന്നു, ഈ പഴയ ലോകത്തെ കാണുമ്പോഴും ബുദ്ധിയുടെ യോഗം അവിടെ ചേർക്കൂ. കർമ്മം ചെയ്യുമ്പോഴും ഈ പ്രാക്ടീസ് ചെയ്യൂ. ഓരോ കാര്യവും നോക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എപ്പോഴും ശുദ്ധ കർമ്മം ചെയ്യൂ. അശുദ്ധമായ ഒരു കാര്യവും ചെയ്യരുത്. ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ സർജൻ ഇരിക്കുകയാണ്. ആ ഒന്നിനോട് അഭിപ്രായം ചോദിക്കൂ. ഓരോരുത്തരുടെയും രോഗം അവരവരുടേതാണ്. സർജനിൽ നിന്നും നല്ല അഭിപ്രായം ലഭിക്കും. ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാവുന്നതാണ്. ഒരു വികർമ്മവും ഉണ്ടാകാതിരിക്കാൻ അറ്റൻഷൻ വയ്ക്കണം. ഏതുപോലെ അന്നം അതുപോലെ മനസ്സ് എന്ന മഹിമയുണ്ട്. മാംസം വാങ്ങുന്നവരിൽ, വിൽക്കുന്നവരിൽ, കഴിപ്പിക്കുന്നവരിൽ പാപം ഏൽക്കുന്നു. പതീത പാവനായ ബാബയിൽ നിന്നും ഒരു കാര്യവും ഒളിപ്പിക്കാൻ പാടില്ല. സർജനിൽ നിന്നും ഒളിപ്പിച്ചുവെങ്കിൽ രോഗം മാറിപ്പോവുകയില്ല. ഇത് പരിധിയില്ലാത്ത അവിനാശി സർജനാണ്. ഈ കാര്യങ്ങൾ ലോകം അറിയുന്നില്ല. നിങ്ങൾക്കും ഇപ്പോൾ നോളജ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും യോഗത്തിൽ വളരെയധികം കുറവുണ്ട്. തീർത്തും ഓർമ്മിക്കുന്നതേയില്ല.
ഇത് ബാബ അറിയുന്നുണ്ട്. പെട്ടെന്ന് ഓർമ്മ നിലനിൽക്കുകയില്ല, നമ്പർ വൈസ് ആണല്ലോ. എപ്പോഴാണോ ഓർമ്മയുടെ യാത്ര പൂർത്തിയാകുന്നത് അപ്പോൾ പറയും കർമാതീത അവസ്ഥ പൂർത്തിയായി. പിന്നെ യുദ്ധവും പൂർണ്ണമായും നടക്കും. അതുവരെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു, പിന്നെ നിലച്ചുകൊണ്ടിരിക്കും. യുദ്ധം എപ്പോൾ വേണമോ പൊട്ടിപ്പുറപ്പെടാം. എന്നാൽ വിവേകം പറയുന്നു, ഏതുവരെ രാജ്യം സ്ഥാപിതമായില്ലയോ അതുവരെയും വലിയ യുദ്ധം നടക്കുകയില്ല. കുറച്ചൊക്കെ നടന്ന ശേഷം അവസാനിക്കും. രാജ്യം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു എന്നാരും അറിയുന്നില്ല. സതോ പ്രധാനം സതോ രജോ തമോ ബുദ്ധി ഉണ്ടല്ലോ. നിങ്ങളിലും സതോ പ്രധാന ബുദ്ധിയുള്ളവർ നല്ല രീതിയിൽ ഓർമ്മിച്ചു കൊണ്ടിരിക്കും. ബ്രാഹ്മണർ ഇപ്പോൾ ലക്ഷങ്ങളുടെ സംഖ്യയിലാകും. എന്നാൽ അതിലും ഒന്നാനമ്മയുടെയും രണ്ടാനമ്മയുടെയും കുട്ടി ഉണ്ടല്ലോ. ഒന്നാനമ്മയുടേത് നന്നായി സർവീസ് ചെയ്യും, മാതാപിതാക്കളുടെ മതമനുസരിച്ച് നടക്കും. രണ്ടാനമ്മയുടേത് രാവണൻ്റെ മതമനുസരിച്ച് നടക്കും. കുറച്ച് രാവണൻ്റെ മതത്തിലൂടെയും കുറച്ച് രാമൻ്റെ മതത്തിലൂടെയും മുടന്തി നടക്കും. കുട്ടികൾ ഗീതം കേട്ടു പറയുന്നു, ബാബ എവിടെയാണോ സ്വസ്ഥതയുള്ളത് അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് കൊണ്ടുപോകൂ. സ്വർഗത്തിൽ സ്വസ്ഥത തന്നെ സ്വസ്ഥതയാണ്, ദുഃഖത്തിൻ്റെ പേരേയില്ല. സ്വർഗം എന്ന് പറയുന്നത് തന്നെ സത്യയുഗത്തെയാണ്. ഇപ്പോഴാണെങ്കിൽ കലിയുഗമാണ്. ഇവിടെ പിന്നെ സ്വർഗം എവിടെ നിന്നാണ് വന്നത്? നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ സ്വച്ഛമായി കൊണ്ടിരിക്കുന്നു. സ്വച്ഛ ബുദ്ധി ഉള്ളവരെ മ്ലേച്ഛ ബുദ്ധിയുള്ളവർ നമിക്കുന്നു. പവിത്രമായി കഴിയുന്നവർക്ക് മാന്യതയുണ്ട്. സന്യാസി പവിത്രമാണ്, അപ്പോൾ ഗൃഹസ്ഥികൾ അവരെ നമിക്കുന്നു. സന്യാസിമാരാണെങ്കിൽ വികാരത്തിലൂടെ ജന്മമെടുത്ത ശേഷം സന്യാസിയാകുന്നു. ദേവതമാരെ പറയുന്നത് സമ്പൂർണ്ണ നിർവികാരി എന്നാണ്. സന്യാസിമാരെ ഒരിക്കലും സമ്പൂർണ്ണ നിർവികാരി എന്ന് പറയില്ല. അപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിൻ്റെ രസം ഉള്ളിൽ കയറേണ്ടതാണ്. അതിനാൽ പറയുന്നു, അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് ചോദിക്കണമെങ്കിൽ ഗോപഗോപികമാരോട് ചോദിക്കൂ. അവർ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നേരിട്ട് കേൾക്കുന്നതിലൂടെ ലഹരി കയറുന്നു. പിന്നെ ചിലരുടേത് നിലനിൽക്കുന്നു, ചിലരുടേത് ഉടൻ ഇല്ലാതാകുന്നു. സംഘദോഷം കാരണം ലഹരി സ്ഥായിയായി നിലനിൽക്കുന്നില്ല. നിങ്ങളുടെ സെൻറ്റേഴ്സിൽ ഇങ്ങനെയുള്ളവർ ധാരാളം പേർ വരുന്നു. ഒരൽപ്പം ലഹരി കയറി, പിന്നെ പാർട്ടിക്കോ മറ്റോ എവിടെയെങ്കിലും പോയി മദ്യവും ബീഡിയും മറ്റും കുടിച്ചു കഴിഞ്ഞു. സംഘദോഷം വളരെ മോശമായതാണ്. ഹംസത്തിനും കൊക്കിനും ഒരുമിച്ച് കഴിയാൻ സാധിക്കില്ല. പതി ഹംസമാവുകയാണെങ്കിൽ പത്നി കൊക്കാകുന്നു. ചിലയിടത്ത് പിന്നെ സ്ത്രീ ഹംസമാകുന്നു, പതി കൊക്കാകുന്നു. പവിത്രമാകൂ എന്ന് പറയുകയാണെങ്കിൽ അടികൊള്ളും. ചില വീടുകളിൽ എല്ലാവരും ഹംസങ്ങളാണ്. പിന്നെ നടന്ന് ഹംസത്തിൽ നിന്നും പരിവർത്തനപ്പെട്ട് കൊക്കായി മാറുന്നു. ബാബു പറയുന്നു, സ്വയം തന്നെ എല്ലാവരും സുഖദായിയാക്കി മാറ്റൂ. കുട്ടികളെയും സുഖദായിയാക്കൂ. ഇത് ദുഃഖധാമമാണല്ലോ. ഇപ്പോഴാണെങ്കിൽ ധാരാളം ആപത്തുകൾ വരേണ്ടതുണ്ട്. പിന്നെ നോക്കണം എങ്ങനെയാണ് നിലവിളിക്കുന്നതെന്ന്. ബാബ വന്നു, നമ്മൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടിയില്ല, പിന്നെ ടു ലേറ്റ് ആയി പോകും. ബാബ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി നൽകാൻ വരുന്നു. അത് പാഴാക്കിയിരിക്കുന്നു. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ബാബയുടെ അടുക്കൽ എപ്പോഴും ഉറപ്പുള്ളവരെ കൊണ്ടുവരൂ. അവർക്ക് സ്വയം മനസ്സിലാക്കി മറ്റുള്ളവരെയും മനസ്സിലാക്കിക്കാൻ സാധിക്കും. പിന്നെ ബാബ കാണുവാനുള്ള ഏതെങ്കിലും വസ്തു ഒന്നുമല്ല. ശിവ് ബാബ എവിടെയാണ് കാണപ്പെടുന്നത്? സ്വന്തം ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? കേവലം അറിയുകയാണ് ചെയ്യുന്നത്. അതേപോലെ പരമാത്മാവിനെയും അറിയണം. ദിവ്യ ദൃഷ്ടി കൂടാതെ ആ ഒന്നിനെ ആർക്കും കാണുവാൻ സാധിക്കില്ല. ദിവ്യ ദൃഷ്ടിയാൽ ഇപ്പോൾ നിങ്ങൾ സത്യയുഗം കാണുന്നു. പിന്നെ അവിടെ പ്രാക്ടിക്കലിൽ പോകേണ്ടതുണ്ട്.
കലിയുഗത്തിൻ്റെ വിനാശമുണ്ടാകുന്നത് കുട്ടികളായ നിങ്ങൾ കർമാതീത അവസ്ഥ നേടുമ്പോഴാണ്. ശരി, മധുരമധുരമായ സിഖിലത കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഈ പഴയ ലോകത്തെ കാണുമ്പോഴും ബുദ്ധിയുടെ യോഗം ബാബയുടെയും പുതിയ ലോകത്തിൻ്റെയും ഭാഗത്ത് യോജിച്ചിരിക്കട്ടെ. ഈ ശ്രദ്ധയുണ്ടായിരിക്കണം. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ഉണ്ടാകരുത്. എപ്പോഴും ശുദ്ധ കർമ്മം ചെയ്യണം. ഉള്ളിൽ ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ സർജനിൽ നിന്നും അഭിപ്രായം എടുക്കണം. സംഘദോഷം വളരെ മോശമായതാണ്. ഇതിൽ നിന്നും സ്വയം തന്നെ വളരെയധികം സംരക്ഷിക്കണം. സ്വയം തന്നെയും പരിവാരത്തെയും സുഖതായി ആക്കണം. പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒഴിവു കഴിവുകൾ പറയരുത്. വരദാനം. ശ്രേഷ്ഠ ഭാവനയുടെ ആധാരത്തിലൂടെ സർവർക്കും ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നൽകുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബയുടെ സങ്കല്പത്തിലും വാക്കിലും നയനങ്ങളിലും സദാ മംഗളത്തിൻ്റെ ഭാവനയും കാമനയുമാണ്, അതേപോലെ കുട്ടികളായ നിങ്ങളുടെ സങ്കല്പത്തിൽ വിശ്വമംഗളത്തിൻ്റെ ഭാവനയും കാമനയും നിറഞ്ഞിരിക്കുകയാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വിശ്വത്തിലെ സർവ ആത്മാക്കളും എമർജ് ആയിരിക്കട്ടെ. മാസ്റ്റർ ജ്ഞാന സൂര്യനായി ശുഭഭാവനയുടെയും ശ്രേഷ്ഠ കാമനയുടെയും ആധാരത്തിലൂടെ ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കൂ. അപ്പോൾ വിശ്വമംഗളകാരി എന്ന് പറയും. എന്നാൽ ഇതിനു വേണ്ടി സർവബന്ധനങ്ങളിൽ നിന്നും മുക്തവും സ്വതന്ത്രവുമാകൂ. സ്ലോഗൻ. ഞാനെന്ന ഭാവവും എൻ്റേതെന്ന ഭാവവും ഇതുതന്നെയാണ് ദേഹാഭിമാനത്തിൻ്റെ വാതിൽ. ഇപ്പോൾ ഈ വാതിൽ അടയ്ക്കൂ. അവ്യക്ത സൂചന. സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. സത്യതയുടെ തിരിച്ചറിവാണ് സങ്കല്പം, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം എല്ലാത്തിലും ദിവ്യതയുടെ അനുഭൂതി ഉണ്ടാകണം. ചിലർ പറയുന്നു, ഞാനാണെങ്കിൽ സദാ സത്യം പറയുന്നു. എന്നാൽ വാക്കിലും കർമ്മത്തിലും അഥവാ ദിവ്യത ഇല്ല എങ്കിൽ മറ്റുള്ളവർക്ക് താങ്കളുടെ സത്യം സത്യമായി തോന്നുകയില്ല. അതിനാൽ സത്യതയുടെ ശക്തിയിലൂടെ ദിവ്യത ധാരണ ചെയ്യൂ. എന്തു തന്നെ സഹിക്കേണ്ടി വന്നാലും ഭയപ്പെടാതിരിക്കൂ. സത്യം സമയമനുസരിച്ച് സ്വയം തെളിഞ്ഞുകൊള്ളും. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി
പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങൾ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ